തോമസ് ഉണ്ണിയാടൻ MLA ആയിരുന്ന കാലത്ത് ആളൂർ ടൗൺ മോടി പിടിപ്പിക്കുന്നതിനായി അനുവദിച്ച 2 കോടി രൂപയുടെ ഫണ്ട് പിന്നീട് വന്ന LDF ജനപ്രതിനിധികൾ നഷ്ടപ്പെടുത്തിയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആളൂർ പഞ്ചായത്ത് ഉൾപ്പെടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ എമ്പാടും വികസന മുരടിപ്പാണ് LDF ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും മിനി മോഹൻദാസ് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പാർട്ടിയുടെ ആളൂർ മണ്ഡലം സമ്മേളനം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉച്ചകഴിഞ്ഞ് സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് നൈജി ജോസഫ് ഊക്കൻ, മണ്ഡലം ഓഫീസ് സെക്രട്ടറി ജോബി മംഗലൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ജോജോ മാടവന, മേഖലാ കോഓർഡിനേറ്റർ ജോർജ് കുറ്റിക്കാടൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ മണ്ഡലത്തിലെ തലമുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളെ ആദരിക്കുകയും ചെയ്യുന്ന ഈ മീറ്റിംഗിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന ശ്രീമതി മിനി മോഹൻദാസ് ടീച്ചറാണ്. അതോടൊപ്പം ഞങ്ങളുടെ കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലത്തിൻ്റെ ഓഫീസ് ചാർജ് സെക്രട്ടറി ആയിട്ടുള്ള ജോബി മംഗലൻ, അതോടൊപ്പം ആളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജോജോ മാടവന, അതുപോലെ ആളൂർ മണ്ഡലത്തിൻ്റെ മേഖലാ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീ ജോർജ് കുറ്റിക്കാടൻ എന്നിവരാണ് ഈ സമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും 9 മണ്ഡലങ്ങളിലും സീറ്റുകൾ ഉറപ്പിക്കണം. അതിനുള്ള ആദ്യ പടിയായിട്ടാണ് മണ്ഡലം സമ്മേളനങ്ങൾ നടത്തുന്നത്. 2 മണ്ഡലങ്ങളിൽ അവിടെ സമ്മേളനം നടന്നു കഴിഞ്ഞു. ടൗൺ മണ്ഡലം, അതുപോലെ തന്നെ വടിയൂർ മണ്ഡലം. ഇനിയുള്ള മണ്ഡലങ്ങളിൽ പാലൂരാണ് ഈ ആഴ്ച, പിന്നത്തെ ആഴ്ച മുരിയാട് മണ്ഡലം, അതുപോലെ പിന്നത്തെ ആഴ്ച ആറ്റൂർ മണ്ഡലം. അങ്ങനെ പരിപാടികളുമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി മുന്നേറുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പും ഇതോടുകൂടി പൂർത്തിയാവും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. 6 പ്രാവശ്യം മത്സരിച്ച കേരള കോൺഗ്രസിൻ്റെ 6 പ്രാവശ്യം 3 പ്രാവശ്യം വിജയിക്കുകയും 3 പ്രാവശ്യം ചെറിയ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ നല്ല ശക്തിയോടെ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഊർജ്ജസ്വലമായി തിരിച്ചുവരവ് നടത്തുകയാണ്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തില് മറ്റൊരു വ്യക്തി എന്നുള്ള ചിന്തയില്ല. ഇനി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജോസഫ് സാർ വന്നപ്പോഴും സ്ഥാനാർത്ഥി ഉണ്ണിയാടൻ സാറാണെന്നുള്ള നിലയിൽ അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലാ ക്യാമ്പ് ഇപ്പോൾ 3-4 ദിവസം മുമ്പ് നടന്നു കഴിഞ്ഞു. അതിലും കേരള കോൺഗ്രസ് ചെയർമാൻ പറഞ്ഞത് ഇരിങ്ങാലക്കുട നമ്മളുടെ കുറച്ച സീറ്റാണ്, അതിൽ യാതൊരു വ്യത്യാസമില്ല, അതിൽ ഉണ്ണിയാടൻ സാർ തന്നെ മത്സരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തിനാണ്